സർക്കാർ ചെലവുകൾക്കുള്ള ധന അനുമതി പാസാക്കാനാകാതെ വന്നതോടെ അമേരിക്കയിൽ ഷട്ട്ഡൌൺ. അവശ്യ സർവീസുകൾ മാത്രമാകും ഇനി പ്രവർത്തിക്കുക. 6 വർഷത്തിനിടയിലെ ആദ്യ അടച്ചുപൂട്ടലാണ് അമേരിക്കൻ ഭരണകൂടം. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ധനാനുമതി പാസാക്കാനാവാതെ വന്നതോടെ അമേരിക്കയിൽ ഷട്ട്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവശ്യ സർവീസുകൾ മാത്രമായിരിക്കും ഇനി പ്രവർത്തിക്കുക. 6 വർഷത്തിനിടയിലെ ആദ്യത്തെ അടച്ചുപൂട്ടലിലാണ് അമേരിക്കൻ ഭരണകൂടം. എന്തൊക്കെയാണ് വിവരങ്ങൾ? അരുണിമ, തീർച്ചയായും സർക്കാർ ചിലവുകൾക്കുള്ള ധനാനുമതി പാസ്സാകാതെ വന്നതോടെയാണ് അമേരിക്ക അടച്ചുപൂട്ടലിലേക്ക് നീങ്ങിയിരിക്കുന്നത്. എന്തായാലും സർക്കാർ സ്ഥാപനങ്ങളെല്ലാം തന്നെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അതുപോലെ തന്നെ നിരവധി ഉദ്യോഗസ്ഥർ, 5 ലക്ഷത്തോളം ഉദ്യോഗസ്ഥർ ഇപ്പോൾ നിർബന്ധിത അവധിയിൽ പ്രവേശിക്കേണ്ട സാഹചര്യമാണ് അവിടെയുള്ളത്. അതോടൊപ്പം തന്നെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ അവധിയിൽ പ്രവേശിക്കുന്ന ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുമെന്നൊരു പ്രതികരണം കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. എന്തായാലും ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ് ഇതുമൂലം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ ഫെഡറൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വാർഷിക ഫണ്ടിംഗ് ബില്ലുകൾ പാസ്സാകാത്ത സാഹചര്യത്തിലാണ് അമേരിക്ക ഈ പൂർണ്ണമായ അടച്ചുപൂട്ടലിലേക്ക് നീങ്ങിയത്. അമേരിക്കയിലെ സർക്കാർ സംവിധാനങ്ങളെല്ലാം തന്നെ സ്തംഭിച്ചൊരവസ്ഥയാണ്. നിലവിൽ അവശ്യ സർവീസുകൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടാതെ വ്യോമഗതാഗതം അടക്കം തടസ്സപ്പെട്ടു വന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ടൂറിസം രംഗവും ഇതെല്ലാം തന്നെ തടസ്സപ്പെട്ടു എന്ന ഒരു വിവരവും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ ഒക്ടോബർ 1-നാണ് അമേരിക്കയിൽ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത്. ഈ സാമ്പത്തിക വർഷം ആരംഭിക്കാനിരിക്കെ ഈ സർക്കാരിന് ധനസഹായം നൽകുന്നതിൽ ഡെമോക്രാറ്റും റിപ്പബ്ലിക്കന്മാരും തമ്മിൽ ഒരു സമവായത്തിലെത്തിയില്ല. എന്തായാലും അവിടെ സെനറ്റിൽ ഈ ഡെമോക്രാറ്റിക്കും റിപ്പബ്ലിക്കും ബില്ല് അംഗീകരിച്ച് അത് പാസ്സായാൽ മാത്രമാണ് ഈ ഫണ്ട് സർക്കാർ വകുപ്പുകൾക്ക് വിനിയോഗിക്കാനായി കഴിയുള്ളൂ. എന്തായാലും ചില തർക്കങ്ങൾ കാരണം അത് പാസ്സാക്കാനായി കഴിഞ്ഞില്ല എന്നതാണ് പറയേണ്ട കാര്യം. എന്തായാലും ഇതുമൂലമാണ് ഈ രീതിയിൽ അവിടെ ഈ ഷട്ട്ഡൗണിലേക്ക് അമേരിക്ക നീങ്ങിയതെന്നാണ് പറയാൻ കഴിയുന്നത്. എന്തായാലും ഈ ബില്ലുകൾ പാസ്സാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഡെമോക്രാറ്റുകളും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള തർക്കം അത് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് പറയേണ്ടത്. ഇത് മൂലം വലിയൊരു പ്രതിസന്ധിയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഈ നിർത്തലാക്കിയ ആരോഗ്യ പരിരക്ഷ ആനുകൂല്യങ്ങളെല്ലാം തന്നെ തിരിച്ച് കൊണ്ടുവരണമെന്നൊരു ആവശ്യം ഡെമോക്രാറ്റുകൾ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അത് അംഗീകരിക്കാനായി വൈറ്റ് ഹൗസ് തയ്യാറായില്ല. ഇതുമൂലമാണ് ഈ ബില്ലുകൾ അംഗീകരിക്കാനായി ഡെമോക്രാറ്റുകൾ വിസമ്മതിച്ചത്. എന്തായാലും അതുമൂലം വലിയൊരു തടസ്സം അല്ലെങ്കിൽ അതുമൂലം വലിയൊരു പ്രതിസന്ധി അമേരിക്കയിൽ ഉണ്ടായെന്നതാണ് പറയേണ്ട ഒരു കാര്യം. ഈ ഷട്ട്ഡൗൺ മൂലം 5 ലക്ഷത്തോളം ജീവനക്കാർക്ക് അത് ബാധിക്കുമെന്നാണ് പറയുന്നത്. കൂടാതെ ഈ സർക്കാർ ജീവനക്കാർ അവധിയിൽ പ്രവേശിക്കേണ്ട സാഹചര്യത്തിലേക്ക് നീങ്ങും. എന്തായാലും 1981 ശേഷമുള്ള 15ാമത്തെ അടച്ചുപൂട്ടലിലാണ് അമേരിക്ക ഉള്ളത്. എന്തായാലും ഈ ഷട്ട്ഡൗൺ എന്ന് പറയുന്നത് സർക്കാർ സേവനങ്ങൾ പൂർണ്ണമായി നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമാണ്. ഷട്ട്ഡൗൺ സാമ്പത്തികമായി വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാകുന്നു. അതുമൂലം സർക്കാർ സേവനങ്ങൾ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഷട്ട്ഡൗണിലേക്ക് അമേരിക്ക വീണ്ടും വന്നിരിക്കുന്നു. 1981 ശേഷമുള്ള 15ാമത്തെ ഷട്ട്ഡൗണിലാണ് ഇപ്പോൾ അമേരിക്ക ഉള്ളത്. എന്തായാലും വലിയൊരു പ്രതിസന്ധി അമേരിക്കയിൽ ഉണ്ട് എന്നതാണ് പറയാൻ കഴിയുന്ന ഒരു കാര്യം. എന്തായാലും വലിയ രീതിയിൽ അമേരിക്കയിലെ വിവിധ മേഖലകളാകെ ഈ സർക്കാർ മേഖലകളാകെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കൂടാതെ അവശ്യ സർവീസുകൾ മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അരുണിമ, സർക്കാർ ചിലവുകൾക്കുള്ള ധനാനുമതി പാസ്സാക്കാനാകാതെ വന്നതോടെ അമേരിക്കയിൽ ഷട്ട്ഡൗൺ നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. അവശ്യ സർവീസുകൾ മാത്രമാകും ഇനി പ്രവർത്തിക്കുക. 6 വർഷത്തിനിടയിലെ ആദ്യത്തെ അടച്ചുപൂട്ടലിലാണ് അമേരിക്കൻ ഭരണകൂടം. വിവരങ്ങൾ നൽകിയത് KC ഉണ്ണികൃഷ്ണനാണ്.